ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 15ാമത്തെ സൂറത്തായി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വരുന്നത് സൂറത്തുൽ ഖാരിയ. അപ്പോൾ ഇത് സൂറത്ത് ഉസ്താദ് ഓതുന്നതിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കി അതിൻ്റെ കൂടെ മനസ്സിലാക്കി ഓതി പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഖാരിയ ഓതാം നമുക്ക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارية ما القارية وما أدراك ما القارية يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഓക്കെ, അൽ ഖാരിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹാത്തായിൽ നിർത്തുമ്പോൾ ഹാഇൻ്റെ ശബ്ദം വേണം. മൽ ഖാരിയ ചേർത്തി ഓതുമ്പോൾ അൽ ഖാരിയതു മൽ ഖാരിയ അല്ലേ. വമാ അദ്റാക മൽ ഖാരിയ. ഓക്കെ, يوم يكون الناس كالفراش المبثوث. കുഴപ്പമില്ല, ആയത്ത് തെറ്റാനുള്ള സാധ്യതയൊന്നുമില്ല. യൗമ യകൂനു നാസു എന്ന ആ ശബ്ദമുള്ള നൂനൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത നോക്കി, വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് എന്തറിയോ? വതകൂനുൽ ജിബാലു കൽഇഹ്നി. ഇവിടെ കുറേ ആളുകൾ കല്ലിഹിനിയാവും. കല്ലിഹിനി, കല്ലും മണ്ണൊന്നും ഇവിടെ ഇല്ല. കല്ലിഹിനി അല്ല, കൽഇഹ്നി. കൽഇഹ്നി കേട്ടോ. പിന്നെ അൽ മൻഫൂസ് ഇഖ്ഫാഉം വേണം. فأما من ثقلت موازينه. അവിടെ ഫഅമ്മയിലെ ശബ്ദമുള്ള മീമും മണിച്ചിട്ട് മൻ ثقلت ഇഖ്ഫാ വേണം. മൻ ثقلت പോരാ. മവാസീനുഹു നിർത്തിയത് ശ്രദ്ധിച്ചില്ലേ? فهو في عيشة راضية. فهو في عيشة راضية. وأما من خفت موازينه. അവിടെയും എങ്ങനെ? അവിടെ മൻ ثقلت നേരത്തെ ഇഖ്ഫ ആയിരുന്നു. ഇവിടെ മൻ ഖഫത് ഇൽഹാറാണ്, ശ്രദ്ധിക്കണം. فأمه هاوية. فأمه هاوية وما أدراك ما هي നാറുൻ ഹാമിയ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. നമ്മൾ തൊട്ട് മുമ്പ് ഒരു സൂറത്ത് ഓതിയിരുന്നു. ആ സൂറത്തിലുണ്ട് കിതാബിയ, സുൽത്താനിയ അല്ലേ. അവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാ ഉസ്സക്തയെ കുറിച്ച്. ഇവിടെ നോക്കി, വമാ അദ്റാക മാ ഹിയ. ഹാ ഉസ്സക്താണ്. ഹാ ഉസ്സക്ത് അല്ലേ. അതെ, ഇവിടെ ചില ആളുകളൊക്കെ ഓതുമ്പോഴേ വളരെ വലിയ തെറ്റ് വരാറുണ്ട്. എന്താ, ചേർത്തി ഓതുന്ന സമയത്ത് അവരിങ്ങനെ ഓതും, വമാ അദ്റാക മാ ഹിയ നാറുൻ. സുബ്ഹാനല്ലാഹ്, മാ ഹിയ നാറുൻ പറ്റുമോ? ഇല്ല. ഇവിടെ
വഖഫിയ. വഖഫ് ചെയ്യുമ്പോൾ ഹാമിയ എങ്ങനെയാണോ നിർത്തിയത് അതേപോലെ തന്നെയാണ് മാഹിയ. അല്ലാതെ മാഹിയഹ് മാഹിയഹ് ഇല്ല. സക്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പഠിച്ചു. ശ്വാസം വിടാൻ പാടില്ല, ശബ്ദം ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാന്ന്. ഓക്കെ, സക്ത് ചെയ്ത് തോന്നി. وما أدراك ما هي نار. മനസ്സിലായില്ലേ? ഇനി അത് ചേർത്തിയോതാണെങ്കിലോ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. وما أدراك ما هي نار حامية. സക്കത്തയും വസലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും സക്കത്തയിലാകുമ്പോൾ, അതുണ്ടാവില്ല ചേർത്തിയോതുമ്പോൾ. ഇനി നമുക്ക് ഒരുമിച്ച് ആ സൂറത്ത് എൻ്റെ കൂടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അല്ലേ? അപ്പോൾ സൂറത്ത് ഓതുമ്പോൾ വഖഫ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ഉസ്താദ് ഓതുന്നത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഹാ വരുന്നതും ഹാത്തായിൽ വഖഫ് ചെയ്യുന്നതും ഒക്കെ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ഇനി നെക്ര, അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അത് മനസ്സിലാക്കാം. എന്താണ് അൽ ഖാരിയ? എന്ന് പറയുമ്പോൾ ഒരു ഹാ വരുന്നുണ്ട്. നമ്മൾ ഉച്ചാരണത്തിലായിട്ട് ശരിക്കും കേൾക്കൂല എന്നുള്ളൂ. കാര്യ ഹാ വരിക, മനസ്സിലാക്കുക. അതുപോലെ കൽ ഇഹ്നിൽ, കൽ ഇഹ് ഐന്, കൽ ഇഹ്നിൽ മൻഫൂസ്. മൻസഖുലത്ത്, മൻ എന്ന് പറയില്ല, അവിടെ ഇഖ്ഫ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നിയമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മൻസഖുലത്ത് മനസ്സിലാക്കുക. മവാസീനു, മവാസീനുഹു അങ്ങനെ നീട്ടൂല, അവിടെ മവാസീനു. ഫീ ഈശത്തിർ റാളിയ, യഹ് യഹ് അവിടെ ഹ് വരുന്നുണ്ട്. അത് മൻ ഖഫത്ത്, ഇവിടെ ഇൽഹാറിൻ്റെ അക്ഷരമായതുകൊണ്ടാണ് കേട്ടോ മൻ എന്ന് വെളിവാക്കുന്നത്. ഇവിടെ മന്നിന് സൂക്കൂനില്ലാത്തത്, അവിടെ ഇഖ്ഫാ സാക്കിനായ നൂന്, ഇതും സാക്കിനായ നൂന് തന്നെയാണ്. അതൊക്കെ നമുക്ക് തജ്വീദ് നിയമം പറയുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ. അടുത്തത് ഫ ഉമ്മുഹു ഹാവിയ, ഫ ഉമ്മുഹു ഹാവിയ മാഹിയ. അപ്പോൾ ഉസ്താദ് അവിടെ ഓതുമ്പോൾ നന്നായിട്ട് വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം എന്നൊക്കെ ഉള്ളത്. ഹാമിയ, ഹാമിയ. അപ്പോൾ ഇവിടെ ഹാമിയത്തുൻ ഹാവിയത്തുൻ എന്ന് നമ്മൾ വേർഡ്സായിട്ട് പഠിക്കുമ്പം പറയാന്നല്ലാണ്ട് ഖുറാനോത്തിൽ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഹാത്താ ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യുക. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ താകൾ രണ്ട് വിധമാണ്. താകൾ രണ്ട് വിധമാണ്. ഏതൊക്കെയാണ് താകൾ? ഇവിടെ വന്നില്ലേ താ, ഇതാണ്. അപ്പോൾ അത് നമുക്ക് വലിയ ക്ലാസ്സിലെത്തിയാൽ താ മജ്റൂറ, താ മർബൂത്ത എന്ന് രണ്ട് താകൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എങ്ങനെ വരുന്ന താളുകളാണെന്നുള്ള മനസ്സിലാക്കിയാൽ മതി. ഇത് താ, ഇത് ഒരു താ. അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഓത്ത് നിർത്തുന്ന സ്ഥലത്ത് ഈ താ വരുമ്പം അവിടെ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലാക്കുക. മൂക്കദ ദ, മനസ്സിലായില്ലേ? അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഹാ ആയിട്ടാണ് അവിടെ നിർത്തേണ്ടത്. അപ്പോൾ ഇവിടെ വഖഫ് താവും ഹാവും, അതാണ് ഇവിടെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. എന്താണ്? വറലു അൻഹു, ഇവിടെ ഹ.
മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വറലു അൻ വ അദ്ദദ ഹ ഹൈറയ്യറ ഹൈറയ്യറ അൽഹംദുലില്ലാഹ് നാറുല്ലാഹിൽ മൂഖദ സുഹ്ഫം മുതഹറ അസ്ഹാബുൽ മൈമന അടക്കം അവസാനിക്കുമ്പോൾ ഹാ വരുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നതിൽ എല്ലാവരുടെ ശ്രദ്ധയിൽ പെടൂല. അപ്പോൾ അത് നോക്കി അക്ഷരങ്ങൾ ഓതും. അസ്ഹാബുൽ മൈമനത്തി തീ അങ്ങനെ പറയരുത്. അസ്ഹാബുൽ മൈമന കുതുബുൻ ഖയ്യിമ കുതുബുൻ ഖയ്യിമ ഫിൽ ഖുതമ ഫിൽ ഖുതമ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി ഉച്ചാരണം അങ്ങനെ തന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ സൂറത്ത് ഓതി തന്നെ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദ് എങ്ങനെയാണ് നിർത്തുന്നത് നോക്കിയിട്ട് ഓതി നന്നായിട്ട് പഠിക്കാം. ഇനി അടുത്തത് എന്താണ്? താഴെ തന്ന സൂറത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലുള്ള ഹാ പോലെ ഇട്ടിട്ടുള്ള താ ഹാ താ അത് മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. ഇതാ ഇവിടെ ഹാത്താ വന്നു, ഇവിടെ ഹാത്താ, ഇവിടെ ഹാത്തായ്, ഇവിടെ ഹാത്തായ്. അപ്പം അത് എല്ലാവരും എല്ലാ ആയത്തുകളും മനസ്സിലാക്കുക. ഇവിടെ ഐനാണ്, മനസ്സിലായില്ല? പിന്നെ ഇവിടെ ഇതാ ഹാത്തായ് മനസ്സിലാക്കുക. ഇതാ ഇവിടെ വന്നു, ഇതാ ഇവിടെ ഇടയിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ജന്നത്തിൻ ആലിയ അങ്ങനെയാണ് കേട്ടോ ഓതുക. അപ്പം അത് വഖഫ് ചെയ്യുന്നതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇടയിലുള്ള ഹാത്താഗ് അടയാളപ്പെടുത്തേണ്ട കേട്ടോ. ഇവിടെ ലാഇയ ജാരിയ മർഫൂഅ മൗലൂഅ മസ്ഫൂഫ മബ്സൂസ. ഇവിടെ താ വേറെയാണ് കേട്ടോ, ഹാത്താ അല്ല, ഒക്കെ താ വേറെയാണ്. പിന്നെ എവിടെയാണ്? അപ്പോൾ ഇത്രയും ഹാത്താകുകളാണ് അവിടെ വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് നമുക്ക് അവിടെ കൊണ്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് സൂറത്തിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.